ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം വന്നിട്ടുള്ളത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നഷ്ടങ്ങളുടെ കണക്ക് വന്നു. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഖത്തർ ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ഈ സൈനിക നടപടികളൊക്കെ അവസാനിപ്പിച്ച സ്ഥിതിക്ക് അവിടെ അൽ ഉദൈദ് പ്രദേശം തന്നെ ഞങ്ങൾക്കൊന്ന് തിരികെ തരണമെന്ന് അങ്ങേറ്റം താണുകയാണ് അമേരിക്കയോട് പറയുകയാണ്. അഥവാ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല. അതെന്തുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നതിന് ഒരുപാട് തെളിവുകൾ ഈ ഒമാൻ ഖത്തർ നിരത്തി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 5000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആ റഡാർ സംവിധാനങ്ങൾ ഒന്ന് തകർന്നു പോയാൽ മറ്റൊന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കടമയായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. രണ്ടാമത് യുദ്ധം മൂർധന്യത്തിലെത്തി നിൽക്കുമ്പം നിങ്ങളുടെ പാട്രിയാറ്റിക് സംവിധാനങ്ങളൊക്കെ അത്ര കണ്ട് പെർഫോം ചെയ്യാതിരിക്കുമ്പം നിങ്ങളുടെ പുതിയ സംവിധാനങ്ങൾ ഡേവിഡ് സ്ലിംഗും അതുപോലെ ആരോ 3യും അയോൺ ഡോമും താഡ് സംവിധാനങ്ങളൊന്നും ഇറാനിൽ കൊണ്ടുവന്ന് ഇറാനെ സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്ന് പറയേണ്ട സകലവിധ കുറ്റങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊരിടം തന്നതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കണ്ടമാനം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മാത്രമായി ഒരു കണക്കാക്കി പറയുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ആ നഷ്ടങ്ങളൊക്കെ തിരിച്ചു തരണം എന്ന് പറയാതെ പറയുന്ന രീതിക്കാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം, അമേരിക്ക ഒഴിവാക്കണം, എങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധപ്പെട്ട അസറ്റുകൾക്കോ യാതൊരുവിധ പ്രത്യാക്രമണങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല. ആ ലെവലിലേക്ക് ഏറെക്കുറെ സംഗതികളൊക്കെ അടുക്കുന്നുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഇപ്പോഴുള്ള വാർത്തകളൊക്കെ. GCC രാജ്യത്തിൽ അങ്ങനൊരു പ്രഖ്യാപനം അഥവാ ഖത്തർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഖത്തറായിരിക്കും ഈ ഒരു നിലപാടിൽ ആദ്യമായിട്ട് ഒരു എല്ലാവർക്കും ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ പെരുമാറാൻ പറ്റുന്ന രാജ്യമായി ഖത്തറിനെ കാണാൻ പറ്റുന്ന ഒരു നിലപാട് ഇപ്പോൾ കണ്ടു. ആ ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകൾക്കനുസരിച്ച് പറയുകയാണെങ്കിൽ AN ന്യൂസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആഗോളതലത്തിൽ ഖത്തറിൻ്റെ ഈ പ്രസ്താവന വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. അവർ പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് അവർക്ക് വേണ്ടി എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തിട്ടും ഒരു അപകടം വന്നപ്പം എവിടുന്നാണ് വരുന്നതെന്ന് പോലും തിരിയാത്ത രൂപത്തിൽ, അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു രാജ്യം അങ്ങനെ കടന്നു പടക്കുമ്പോൾ സുരക്ഷിതത്വം ഏറ്റെടുത്ത് അമേരിക്ക വഴിക്കേ വന്നില്ല എന്നുള്ള കുറ്റമാണ്. അത് യഥാർത്ഥത്തിൽ അമേരിക്ക വഴിക്ക് വരാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടോ ഇപ്പുറത്ത് കണ്ടമാനം അടി കിട്ടിയിട്ടൊരു വഴിക്കായതുകൊണ്ടോ ആകാം. എന്താണെങ്കിലും അവർക്ക് കാര്യം മനസ്സിലായി. അമേരിക്കയെ നമ്പിയത് കൊണ്ടൊരു കാര്യമില്ല, അത് ഇറാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്ന രീതിക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒമാൻ അതുപോലെ ഖത്തർ 2 രാജ്യങ്ങളാണ് GCC രാജ്യങ്ങളിൽ ഏറ്റവും നന്നായി നിലപാടുകൾ പറയുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്ത രാജ്യമായി കാണുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും മുറക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.